ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നോമ്പൊക്കെ ഏകദേശം കഴിയാറായല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് നോമ്പിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു സ്പെഷ്യലായിട്ടുള്ള ഇറാനി പോള എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് 1 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതേ അളവ് തന്നെ 1 കപ്പ് പാലാണ് ഒഴിക്കുന്നത്. പിന്നെ 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 അല്ലി വെളുത്തുള്ളിയാണ് ചേർക്കുന്നത്. കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഉപ്പും മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ നമുക്ക് എണ്ണ ചൂടാകുമ്പോൾ ഇതുപോലെ ഒന്ന് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ചിക്കൻ നല്ലപോലെ ഒന്ന് ഫ്രൈ ആയതിന് ശേഷം നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് അതേ പാനിൽ തന്നെയാണ് നമ്മൾ ബാക്കി മസാലയും തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 സവാള കട്ട് ചെയ്തത് പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. സവാള നല്ല സോഫ്റ്റ് ആവുന്നത് വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. പിന്നെ ചെറിയൊരു തക്കാളി കട്ട് ചെയ്തതാണ് ചേർക്കുന്നത്. തക്കാളി ഇടുമ്പോഴേക്കും ഫോണിൽ അലേർട്ട് മെസ്സേജ് വന്നു. പക്ഷേ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് ആ ഒരു സൗണ്ട് ഇപ്പോൾ കേൾക്കാൻ വിചാരിക്കുന്നത്. ഇതിപ്പോൾ നമുക്കിവിടെ സാധാരണയായി. പിന്നെ നമ്മളിതിലേക്ക് ക്യാപ്സിക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ഫുൾ ക്യാപ്സിക്കം വേണമെന്നില്ല. നമ്മൾ എത്രത്തോളമാണോ മസാല ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് ക്യാപ്സിക്കം കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടിയും അതുപോലെ ഗരം മസാല, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഇതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കാം. അതിൻ്റെ ആ പച്ചമണമൊക്കെ മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ കുറച്ച് സോയാ സോസ് ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും, പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത ചിക്കൻ ചെറിയ പീസസ് ആക്കിയിട്ട് അതും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ടൊരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അത് ചൂടാകുമ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ച ബാറ്ററില്ലേ അതിൻ്റെ 3/4 ഭാഗം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് അടച്ച് വെച്ച് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അടിയിലൊരു പാൻ വെച്ചാൽ അടിക്ക് പിടിക്കാതെ കരിഞ്ഞു പോവാതെ വൃത്തിക്ക് കിട്ടും കേട്ടോ. ജസ്റ്റ് ഒന്ന് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാലയില്ലേ അത് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് നേരത്തെ ബാറ്ററിൻ്റെ ബാലൻസ് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഓൾറെഡി നല്ല ചൂടായതുകൊണ്ട് തന്നെ നമ്മളിത് ഒഴിക്കുമ്പോൾ തന്നെ അത് ഏകദേശം ഇങ്ങനെ സെറ്റായ പോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ക്യാപ്സിക്കം നേറിങ്ങനെ കട്ട് ചെയ്തിട്ട് അതും വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ നല്ലൊരു ഫിനിഷിങ് ലുക്ക് ഉണ്ടാവും കേട്ടോ നമ്മളെ പോള. അപ്പോൾ അതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നേരത്തെ ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്തില്ലേ അതിൻ്റെ കുറച്ച് പീസസ് ബാലൻസ് വെച്ചിട്ട് അതും ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. എല്ലാം കൂടി വെച്ചതിന് ശേഷം വീണ്ടും അടച്ച് വെച്ച് എല്ലാം കൂടി ഒരു 10-15 മിനിറ്റ് അത്രേ വേണ്ടി വരുള്ളൂ. നമ്മൾ പോള പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. പിന്നെ അത് ജസ്റ്റ് വേറൊരു പാനിലേക്ക് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഫ്രണ്ട് വശം ഒന്ന് നല്ലപോലെ ഒന്ന് മൊരിയിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ ചെയ്യുമ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഇറാനി പോള ഇവിടെ റെഡിയായി. അപ്പോൾ നോമ്പ് തീരുന്നതിന് മുന്നേ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ലൈക്കും കമൻറ്റും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.